നമസ്കാരം. ലോകത്ത് ഈയിടെയായിട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. തീർച്ചയായും. അതായത് ഡേറ്റയൊന്നും കൊടുക്കാതെ സ്വയം പഠിക്കുന്ന ഒരു പിന്നെ ഇന്റർനെറ്റിലൊക്കെ സ്വയം ഗവേഷണം നടത്താൻ പഠിച്ച വേറൊന്ന്. ChatGPTയിലുമുണ്ട് ചില പുതിയ അപ്ഡേറ്റുകൾ. ഇടയ്ക്കൊരു വാർത്ത കേട്ടു, ChatGPT കൊടുത്തൊരു ഉപദേശം കാരണം ഒരാൾ വിവാഹമോചനം നേടിയെന്നൊക്കെ. അപ്പം നമുക്ക് ഈ വിഷയങ്ങളിലേക്കൊന്ന് ആഴത്തിൽ നോക്കാം, അല്ലേ? തീർച്ചയായും. ഇങ്ങനെ സ്വയം പഠിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ അതിന്റെ സാധ്യതകളും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ആബ്സല്യൂട്ട് സീറോ റീസണർ AZR, സിംഘുവ യൂണിവേഴ്സിറ്റി, BAI, പെൻ സ്റ്റേറ്റ്, അവിടുത്തെ ഗവേഷകരാണ് ഇതിന് പിന്നിൽ. അതെ. അപ്പോൾ പുറത്തുനിന്ന് ഡേറ്റയൊന്നും ഇല്ലാതെ ഇത് സ്വയം പഠിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്നുണ്ട്. അതെങ്ങനെയാണ് ശരിക്കും അത് സാധ്യമാകുന്നത്? അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. AZR പുറത്തുനിന്ന് ഡേറ്റ എടുക്കുന്നില്ല. ഓക്കെ. പകരം അത് സ്വന്തമായിട്ടെങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കും, എന്നിട്ട് അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും. ആ ഉത്തരം ശരിയാണോ എന്ന് അത് തന്നെ പരിശോധിക്കും. എന്നിട്ട് അതിൽ നിന്നും പഠിക്കും. അതായത് മനുഷ്യനുണ്ടാക്കിയ ടാസ്കോ ഉത്തരങ്ങളോ ഒന്നും വേണ്ട. ശരി. ഇത് ഡിഡക്ഷൻ, അബ്ഡക്ഷൻ, ഇൻഡക്ഷൻ പോലെയുള്ള ലോജിക്കൽ വഴികളിലൂടെയാണ് ഇത് ചെയ്യുന്നത്. ഏറ്റവും രസകരം എന്താണെന്ന് വെച്ചാൽ, ഒരു ഹലോ വേൾഡ് പ്രോഗ്രാമിൽ നിന്നാണ് ഈ പഠനം തുടങ്ങിയത്. അപ്പോൾ വലിയ ഡേറ്റാ സെറ്റുകൾ വേണമെന്നുള്ള ഒരു ധാരണ, അതിനൊരു മാറ്റം വരികയാണോ? അതെ. AI പരിശീലനത്തിലെ ഒരു വലിയ കടമ്പയാണ് ഇത് മറികടക്കുന്നത്. അതിന്റെ റിസൾട്ട് നോക്കൂ. AZR കോഡർ 7B എന്ന വേരിയന്റ് ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ വെച്ച് ട്രെയിൻ ചെയ്ത പല മോഡലുകളെക്കാളും നന്നായി പെർഫോം ചെയ്തു. കോഡിംഗിൽ ഒരു 5 പോയിന്റും മാത്സ് ലോജിക്കിൽ 15 പോയിന്റിലധികവും കൂടുതൽ സ്കോർ ചെയ്തു. അത് കൊള്ളാം. വെറും കണക്കല്ല, നല്ലൊരു മുന്നേറ്റം തന്നെ. അതെ. ഇവിടെ എനിക്ക് ശരിക്കും കൗതുകം തോന്നിയ ഒരു കാര്യം, കോഡിംഗ് ടാസ്കിൽ മാത്രം ട്രെയിൻ ചെയ്തപ്പോൾ തന്നെ അതിന്റെ കണക്ക് ചെയ്യാനുള്ള കഴിവും നന്നായി കൂടിയെന്നതാണ്. ശരിയാണ്. സാധാരണ നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ ആ കഴിവ് മാത്രമല്ലേ മെച്ചപ്പെടാറ്. ഇത് AI മനുഷ്യരെ പോലെ ഒരു വിഷയത്തിലെ അറിവ് മറ്റൊന്നിൽ ഉപയോഗിക്കാൻ പഠിക്കുകയാണോ? അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. ഒരു കഴിവ് പഠിക്കുമ്പോൾ ചിലപ്പോൾ ബന്ധമില്ലെന്ന് തോന്നുന്ന വേറൊരു കഴിവ് മെച്ചപ്പെടുന്നത് അത് AI എങ്ങനെ പഠിക്കുന്നു എന്നതിനെക്കുറിച്ച് പുതിയ ചില സാധ്യതകളാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ AI അറിവുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ടാവാം. പക്ഷെ അതോടൊപ്പം ചില ആശങ്കകളും ഇത്. അതെന്താണ്? ഓർമ്മയില്ലേ, ലാമ 3.18B പോലത്തെ മോഡലുകൾ ഇടയ്ക്ക് ബുദ്ധിയുള്ള യന്ത്രങ്ങളെയും ബുദ്ധി കുറഞ്ഞ മനുഷ്യരെയും കബളിപ്പിക്കുകയാണ് ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞത്? ഓർക്കുന്നു. അത് വളരെ അപൂർവമാണെങ്കിലും AI സ്വന്തം നിലയ്ക്ക് പഠിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പെരുമാറ്റങ്ങളുണ്ടാകാം. അതൊരു യാഥാർത്ഥ്യമാണ്, നമ്മൾ ശ്രദ്ധിക്കണം. ശരിയാണ്. അപ്പോൾ ഡേറ്റ ഇല്ലാതെ സ്വയം പഠിക്കുന്ന AI ഒരു ഭാഗത്ത്, ഇനി മറ്റേ ഭാഗത്ത് ഇപ്പോൾ നിലവിലുള്ള വലിയൊരു ഡാറ്റാബേസ്, അതായത് ഇന്റർനെറ്റ്, അത് നന്നായി ഉപയോഗിക്കാൻ AIയെ സഹായിക്കണ്ടേ? അതാണോ ഈ വെബ് തിങ്കർ ചെയ്യുന്നത്? അതെ, കൃത്യമാണ്. ChatGPT പോലുള്ള LLMകളോട് നമുക്കറിയാത്ത വല്ല കാര്യവും ചോദിച്ചാൽ ചിലപ്പോൾ അവരൊരു ഊഹം വെച്ച് ഉത്തരം തരും. ശരിയാണ്. അപ്പോ വെബ് തിങ്കർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ആവശ്യമുള്ളപ്പോൾ ലൈവായിട്ട് ഇന്റർനെറ്റിൽ പോയി വിവരങ്ങൾ തിരഞ്ഞ് ഒരു കൃത്യമായ റിപ്പോർട്ടുണ്ടാക്കാൻ LLMകളെ സഹായിക്കും. ഇതൊരു ഏജന്റാണ്. ഓഹോ, അത് കൊള്ളാമല്ലോ. അപ്പൊ അതെങ്ങനെയാണ് ഇത് പഠിച്ചെടുക്കുന്നത്? വെറുതെ സെർച്ച് ചെയ്യാൻ പറഞ്ഞാൽ മതിയോ? അല്ല, അതിനൊരു റിവാർഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളൊരു ഗെയിം കളിക്കുമ്പോൾ ശരിയായ സ്റ്റെപ്പിന് പോയിന്റ് കിട്ടില്ലേ, അതുപോലെ. എപ്പോൾ സെർച്ച് ചെയ്യണം, എങ്ങനെ നന്നായിട്ട് സെർച്ച് ചെയ്യണം, കിട്ടിയ പേജുകളിൽ നിന്ന് ആവശ്യമുള്ള വിവരം എങ്ങനെ എടുക്കണം, അതെങ്ങനെ ഒരു റിപ്പോർട്ടാക്കണം, ഇതൊക്കെ ശരിയായി ചെയ്യുമ്പോൾ ഈ AIക്ക് ഒരുതരം റിവാർഡ് കിട്ടും. അങ്ങനെയാണ് അത് മെച്ചപ്പെടുന്നത്. ഇൻട്രസ്റ്റിംഗ്. ഇതിന്റെ പെർഫോമൻസ് നോക്കിയാൽ വെബ് വാക്കർ QA, HLE പോലുള്ള ബെഞ്ച്മാർക്കുകളിൽ മറ്റുള്ള സിസ്റ്റങ്ങളെക്കാൾ 20-23% ബെറ്ററായിട്ടുണ്ട്. DeepSeek R1 7B ബാക്ക്ബോൺ വെച്ച് ചെയ്തപ്പോൾ ചില ടെസ്റ്റുകളിൽ 100% കൂടുതൽ ഇംപ്രൂവ്മെന്റ് കാണിച്ചു. വാവ്! അപ്പോൾ ഇത് സാധാരണക്കാർക്ക് എങ്ങനെ ഉപയോഗപ്പെടും? അല്ലെങ്കിൽ റിസർച്ചർമാർക്കോ സ്റ്റുഡൻസിനോ ഒക്കെ? തീർച്ചയായും. സയന്റിഫിക് പേപ്പറുകൾ ഉണ്ടാക്കാൻ സഹായിക്കും, നിയമപരമായ കാര്യങ്ങൾ റിസർച്ച് ചെയ്യാൻ ഉപയോഗിക്കാം, പിന്നെ കുട്ടികൾക്ക് പഠിക്കാൻ, സങ്കീർണമായ വിഷയങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഇത് വലിയൊരു ഹെൽപ്പാവും. ഭാവിയിൽ ചിലപ്പോൾ വെബ് പേജിലെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ മനസ്സിലാക്കാനും വെബ്സൈറ്റിലെ ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഇതിന് കഴിഞ്ഞേക്കും. കൊള്ളാം. ഇനി നമുക്ക് ChatGPTയിലേക്ക് വരാം. അവിടെയും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ അല്ലേ? അതേ, വന്നിട്ടുണ്ട്. പ്രധാനമായിട്ട്
നിങ്ങൾ ChatGPT വെച്ച് എന്തെങ്കിലും ചിത്രമുണ്ടാക്കുകയാണെങ്കിൽ ഡാലി വഴി. അതെ, ആ ചിത്രങ്ങൾ ഇപ്പോൾ ഒരു പ്രത്യേക ഇമേജ് ലൈബ്രറിയിൽ ഓട്ടോമാറ്റിക്കായി സേവ് ആവും. തീയതി വെച്ച് ഓർഡർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ആ ചിത്രം ഉണ്ടാക്കാൻ ഉപയോഗിച്ച ചാറ്റിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. പിന്നെ ഓരോ ചിത്രമായി ഡിലീറ്റ് ചെയ്യാനും ഇപ്പോൾ ഓപ്ഷനില്ല. എല്ലാം ഒന്നിച്ചേ ഡിലീറ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ. അതിലും വലിയൊരു വാർത്ത കേൾക്കുന്നുണ്ടല്ലോ, ലൈഫ് ടൈം സബ്സ്ക്രിപ്ഷൻ. അത് സത്യമാണോ? അത് ശരിക്കൊരു ലീക്കാണ്. ഒഫീഷ്യലായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ കോഡിൽ ചില സൂചനകളുണ്ട്. എന്താണത്? അതായത് OpenAI ഒരുപക്ഷെ ഒറ്റത്തവണ ഒരു തുക അടച്ചാൽ ജീവിതകാലം മുഴുവൻ ChatGPT പ്രീമിയം ഫീച്ചറുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ കൊണ്ടുവന്നേക്കാം. ഓഹോ. അതോടൊപ്പം ആഴ്ചതോറുമുള്ള ചെറിയ പ്ലാനും വന്നേക്കാം. ഇപ്പം മാസവരിയും വർഷവരിയും അല്ലേ ഉള്ളൂ. അതെ. അപ്പോ ഈ ലൈഫ് ടൈം പ്ലാൻ ശരിക്കും വന്നാൽ അത് AI മാർക്കറ്റിൽ വലിയൊരു മാറ്റമുണ്ടാക്കും. ഈ ഒറ്റത്തവണ പണമടച്ച് ആജീവനാന്തം എന്നതൊക്കെ സാധാരണ സോഫ്റ്റ്വെയർ ലോകത്തത്ര പതിവില്ലാത്തതാണല്ലോ. ശരിയാണ്. ഇതൊരു സ്ട്രാറ്റജിക് മൂവ് ആകാനാണ് സാധ്യത. ഒരുപാട് പുതിയ AI മോഡലുകൾ വരുന്നുണ്ട്, മത്സരം കൂടുന്നുണ്ട്. അപ്പോ അതിനു മുമ്പ് യൂസർമാരെ തങ്ങളോടൊപ്പം പിടിച്ചു നിർത്താനുള്ളൊരു ശ്രമമായിരിക്കാം. ഒരു ലോങ് ടേം ലോയൽറ്റി ഉറപ്പാക്കുക. എന്തായാലും OpenAI ഇത് കൺഫേം ചെയ്തിട്ടില്ല. കാത്തിരുന്ന് കാണാം. ശരി. അപ്പോ ഡേറ്റയില്ലാതെ സ്വയം പഠിക്കുന്ന ASR, പിന്നെ ഇന്റർനെറ്റിൽ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന വെബ് തിങ്കർ, പുതിയ ഫീച്ചറുകളും ചിലപ്പോൾ പുതിയ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളുമായി വരുന്ന ChatGPT, AI ശരിക്കും വളരെ വേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതെ, വളരെ വേഗം. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കൂടുതൽ സ്വയം പര്യാപ്തമാകുന്ന ഈ AI സിസ്റ്റങ്ങൾ നിങ്ങളുടെ ജോലിയെ, നിങ്ങളുടെ പഠനത്തെ, നിങ്ങൾ വിവരങ്ങൾ അറിയുന്ന രീതിയെയൊക്കെ എങ്ങനെയായിരിക്കും മാറ്റാൻ പോകുന്നത്? അതൊരു പ്രധാന ചോദ്യമാണ്. AIക്ക് ഇങ്ങനെ സ്വന്തമായി പഠിക്കാനും കാര്യങ്ങൾ വ്യാഖ്യാനിക്കാനും, ചിലപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ വിവാഹമോചന കേസ് പോലെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും ഇടപെടാനുമൊക്കെ കഴിവ് കൂടുമ്പോൾ നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? എന്തിനെയാണ് നിയന്ത്രിക്കേണ്ടത്? എന്താണ് ശരിക്കും ബുദ്ധി? ഇതൊക്കെ വളരെ അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങളാണ്. ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങൾ. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കാം.